ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ അനിയത്തിൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണെന്ന്. ഇന്ന് ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വണ്ടി അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗമായി പോയി കയറി. അങ്ങനെ ഞങ്ങളവിടെ ഷോപ്പിലൊക്കെ എത്തി. ആദ്യം ഞങ്ങൾ വന്നത് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ കേട്ടോ. മക്കൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നത്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. കുട്ടികൾക്ക് പറ്റിയ നല്ല നല്ല ഡ്രസ്സുകളുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ മക്കൾക്കുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ആദ്യം അവരതും ശരിയായി കിട്ടിയാൽ പിന്നെ വേഗം ഉണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പ് കയറിയ പിന്നെ നമ്മളെല്ലാവരും ഒരു പരിപാടി തന്നെയല്ലേ ഈ തിരച്ചിൽ. അങ്ങനെ കുറേ ടൈം ഞങ്ങൾ തിരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് രസമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ഏതായാലും അവർക്കുള്ള ഡ്രസ്സൊക്കെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരികയല്ലേ. അപ്പോൾ പെരുന്നാളിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. ഇനി അവർക്ക് ചെരുപ്പ് വേണം. അപ്പോൾ അതിൻ്റെ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോണത്. അവിടെ ചെന്ന് ഞങ്ങൾ കുറേ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ. ഹീലിലെ ചെരുപ്പൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കുകയാണ്. ഞാനതൊക്കെ എടുത്തൊന്ന് ഇട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ടോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ചെരുപ്പുമ്പോൾ നടക്കാൻ കഴിയില്ല. വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം. എന്തായാലും ഡ്രസ്സിൻ്റെയും ചെരുപ്പിൻ്റെയും ഇവിടെ കുറേ സമയം പോയിട്ടോ. നമ്മൾ ഡ്രസ്സിനും ചെരുപ്പിനൊക്കെ കയറിയാൽ പിന്നെ അവിടെ നമുക്ക് ടൈം പോകണത് അറിയില്ലല്ലോ. അങ്ങനെ ഞാനോരോ ചെരുപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ ഏതായാലും മക്കൾക്ക് അവിടുന്ന് സെറ്റായി. അത് കഴിഞ്ഞ് അവർ വീണ്ടും ഫ്രോക്കിൻ്റെ അടുക്ക് വന്ന് ഇങ്ങനെ ഓരോ ഫ്രോക്കുകളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടുന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് റോഡിൻ്റെ ആ സൈഡിലാണുള്ളത്. അപ്പോൾ ബ്രിഡ്ജ് കടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഇവിടെ ഞങ്ങൾ മാക്സികളും ടോപ്പുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. മാക്സികളും ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും ശരിയായില്ല. പിന്നെ കുറേ ടോപ്പ് നോക്കി, ടോപ്പും ശരിയായില്ല കേട്ടോ. അവിടെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ കീ ചെയിനുകൾ കാണുന്നത്. കീ ചെയിൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് കീ ചെയിൻ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓൽക്കൊക്കെ വേണ്ടി കുറച്ച് കീ ചെയിനൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിട്ടോ. വീട്ടിലേക്ക് കുറച്ച് പ്ലേറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലേറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയത്. ഇവിടെ കയറിയപ്പോൾ ഉണ്ടല്ലോ നല്ല സാധനങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഓരോന്നും കുറേ നേരം നോക്കി ഇങ്ങനെ നടന്നു. നമ്മളങ്ങനെയാണല്ലോ, വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ കാണാതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. പ്ലേറ്റിന് വേണ്ടി കയറിയതാണെങ്കിലും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടോ അവിടുന്ന്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഇതാ ചോക്ലേറ്റിൻ്റെ സെക്ഷനിക്ക് പോകാൻ അങ്ങനെ തിരക്കൂട്ടാണ്. അവളെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അവർക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ചോക്ലേറ്റും ഇതൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് രണ്ടാക്കുവാണെങ്കിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങോട്ട് മതിയാവുന്നുമില്ല. ഞാനാണെങ്കിൽ അപ്പുറത്ത് നല്ല ബോട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ നോക്കണം കേട്ടോ. അതിലിങ്ങനെ എന്താ ഇടാൻ പറ്റുകയെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് തുറന്ന് നോക്കുകയാണ്. മക്കളൊക്കെ ക്ഷമ നശിച്ചു കേട്ടോ. ഒരു ചോക്ലേറ്റിൻ്റെ സെക്ഷനിക്ക് പോകുകയെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്നാൽ ഇനി അവിടെ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കാം. അങ്ങനെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലെത്തിയവർക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റ്സൊക്കെ അവരിങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് ഓരോന്ന്. അങ്ങനെ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ട് അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചോക്ലേറ്റ് ഭ്രാന്തികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഞങ്ങൾ അവിടുന്ന് വാങ്ങി. ഇനിയൊക്കെ ഒന്ന് ബില്ലാക്കി എടുക്കണം. ബില്ലടിക്കണോടത്ത് എപ്പോഴും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ ബില്ലാക്കി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.